നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. കോട്ടയം ഞീഴൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. ജനന സർട്ടിഫിക്കറ്റിനെത്തിയ കടുത്തുരുത്തി സ്വദേശിയിൽ നിന്നാണ് വില്ലേജ് ഓഫീസർ ജോർജ് ജോൺ 1300 രൂപ കൈക്കൂലി വാങ്ങിയത്. ടോബി ജോൺസൺ ചേരുന്ന വിശദാംശങ്ങളുമായി. ടോബി, ഓഫീസിൽ വെച്ച് തന്നെയാണോ ഇയാളെ പിടികൂടിയത്? ഓഫീസിൽ വെച്ച് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. കോട്ടയത്തെ വിജിലൻസ് വിഭാഗമാണ് ഈ ഒരു പരാതിയെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പ് നടത്തിയത്. കാനഡയിൽ പോകുന്നതിന് വേണ്ടി കടുത്തുരുത്തി സ്വദേശിയായ യുവാവിൽ നിന്നും 1300 രൂപ വാങ്ങുന്നതിനിടയിലാണ് ഈ ഒരു ട്രാപ്പ് നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, KSEB ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ തുക ആവശ്യപ്പെട്ടത് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് ജനന സർട്ടിഫിക്കറ്റിന്റെ ഒരു റിപ്പോർട്ട് RDOയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വില്ലേജ് ഓഫീസറെ സമീപിച്ചത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി KSEBയുടെ ഒരു ബില്ല് അടയ്ക്കണം, അതിനുവേണ്ടി 1300 രൂപ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. തുടർന്ന് വിജിലൻസ് സംഘം നൽകിയ നോട്ട് ഇദ്ദേഹത്തിന് കൈമാറുമ്പോൾ പിടികൂടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത വില്ലേജ് ഓഫീസറെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, കോട്ടയത്താണ് കടുത്തുരുത്തി സ്വദേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഞീഴൂരിൽ വില്ലേജ് ഓഫീസർ പിടിയിലായിരിക്കുന്നത്. 1300 രൂപയാണ് ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ 15 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കാപ്പ് സ്വദേശി മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. കുളിക്കാൻ പുഴയിലിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ ഡൽഹി റോസ് അവന്യൂ കോടതി വിധി പറയാൻ മാറ്റി. അപേക്ഷയിൽ തിങ്കളാഴ്ച വിധി പറയും. അച്യുതൻ നൽകും വിവരങ്ങൾ. അച്യുതൻ, നേരത്തെ AAPയുടെ സഞ്ജയ് സിംഗിന് ഈ സമാനമായ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. K കവിതയും അത്തരത്തിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ? ഇന്ന് എങ്ങനെയായിരുന്നു വാദങ്ങൾ? ഗോകുൽ, മകന്റെ പരീക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന കവിത ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നൊരാവശ്യം അത് വിചാരണ കോടതിയെ അറിയിക്കുന്നത്. അതിൽ നിന്ന് വാദമായിരുന്നു നടന്നത്. ഇതിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. കവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി ഉന്നയിച്ചത് മകന് പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്ന രീതിയിൽ ഈ സ്ത്രീയെ പരിഗണിക്കണം, കാരണം നേരിട്ടുള്ള പിന്തുണ ഒരു മകൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അഭിഷേക് സിംഗ്വി മുന്നോട്ട് വെച്ചത്. എന്നാൽ ED ഇതിനെ ശക്തമായി എതിർത്തു. കാരണം കവിത ഈ തെളിവുകൾ നശിപ്പിച്ചിരുന്നു. സമൻസ് അയച്ച ദിവസമായിരുന്നു ഫോണിലെ തെളിവുകളടക്കം നശിപ്പിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കുവാൻ കെൽപ്പുള്ളയാളാണ് കവിതയെന്നും ED കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഈ അന്വേഷണം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കവിതയ്ക്ക് ഇടക്കാല ജാമ്യം നൽകുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കൂടി ED പറയുകയുണ്ടായി. എന്തായാലും ആ വാദങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടുണ്ട്. ആ വാദങ്ങൾ പൂർണ്ണമായതിനു ശേഷമാണ് ജഡ്ജി കാവേരി ബവേജ് ഇതിൽ വിധി പറയാനായി മാറ്റിയത്. തിങ്കളാഴ്ചയായിരിക്കും ഈ ഇടക്കാല ജാമ്യ അപേക്ഷയിൽ റൌസ് അവന്യൂ കോടതി വിധി പറയുക. എന്തായാലും കവിതയെ സംബന്ധിച്ചത് നിർണായകമായ ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ കവിത ഈ കേസിൽ ജാമ്യം തേടിയിട്ട് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഈ മാസം 20-നാണ് പരിഗണിക്കുന്നത്. ഗോകുൽ, ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ അഴിമതി കേസിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിനായി BRS നേതാവ് K കവിത സമീപിച്ചിരിക്കുന്നത് കോടതിയെ. മകന്റെ പരീക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ. തെരഞ്ഞെടുപ്പിൽ സീറ്റിനാണ് പ്രാധാന്യമെന്ന് സഞ്ജയ് നിരുപം. സീറ്റിനായി UP വിട്ട് വയനാട്ടിലേക്ക് വന്നയാളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും ബംഗാളിൽ അവർക്കൊപ്പവുമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇത് ആശയപരമായ അവ്യക്തതയാണെന്നും സഞ്ജയ് നിരുപം 24-നോട് പറഞ്ഞു. It is important, it is not immaterial. In our country, one person for a seat leaves the whole UP and goes to Wayanad. So there is an importance of seat. You cannot say there is no use, there is no importance of seat. Honestly speaking, he is not able to play that role very efficiently. But he is running his own power center. He is basically driving party for his personal interest. You are against left in Kerala and you are with left in West Bengal. So Congress party is in a basically ideological dilemma, and even the dilemma is with the alliance also. So Congress party is not ready to understand that how to revive the party. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഈ സീറ്റ് വിഭജന ചർച്ചയിലൊക്കെ കോൺഗ്രസിന് തന്നെ തലവേദനയായ നേതാവാണ്. ഈ ശിവസേനയുമായുള്ള ചർച്ചകളിലൊക്കെ സഞ്ജയ് നിരുപം. ഇപ്പോൾ
പ്രധാനപ്പെട്ട നേതാവിനെതിരെ തന്നെ പാർട്ടിക്ക് വലിയ വിമർശനം ഉന്നയിക്കുന്നു. അടുത്ത രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചനകളാണോ ഈ പ്രതികരണം? സഞ്ജയ് നിർഭം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു എതിർപ്പിന് നീരസത്തിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കിട്ടിയില്ല എന്നത് തന്നെയാണ്. മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിലായിരുന്നു അദ്ദേഹം കണ്ണുവെച്ചിരുന്നത്. പക്ഷേ മുന്നണി സമവാക്യങ്ങളിൽ അത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് നൽകേണ്ടി വന്നു. ആ സ്ഥാനാർത്ഥിക്കെതിരെ ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത്. പിന്നീട് അത് മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് നിലനിന്നാൽ കോൺഗ്രസിന്റെ നാശമാകും എന്നതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വാദങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുപോയി, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു. എന്ത് തന്നെയായാലും പാർട്ടിയുമായുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതോടെ പാർട്ടിക്കെതിരെ കൂടുതൽ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് നമ്മളോടക്കം ഉണ്ടായത്. രാഹുൽ ഗാന്ധി തന്നെ ഈ സീറ്റ് എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം UP വിട്ട് വയനാട്ടിലേക്ക് പോയത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് തനിക്കും ഒരു സീറ്റ് പ്രധാനമായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ AICC നേതൃത്വത്തിൽ പല അധികാര കേന്ദ്രങ്ങളും ലോബികളുമായി പ്രവർത്തിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. KC വേണുഗോപാലിനെ പ്രത്യേകമായി തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. KC വേണുഗോപാൽ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് ഇതിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള കെൽപ്പില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന തലത്തിൽ പോലും നേതാക്കൾ കൃത്യമായ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ താൻ പാർട്ടി വിടുന്നു. പക്ഷേ താൻ ഇലക്ഷനിൽ ഏതായാലും മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഏത് പാർട്ടിക്കൊപ്പം ചേർന്നാവും മത്സരിക്കുക എന്ന കാര്യം വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ശരി ശ്രീനാഥ്, ഏതായാലും കോൺഗ്രസ് പുറത്താക്കിയ കോൺഗ്രസ് വിട്ട സഞ്ജയ് നിരുപം നേതൃത്വത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും ഉൾപ്പെടെ എതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 24 അദ്ദേഹത്തിന്റെ പ്രതികരണം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നിലപാട് മാറ്റിയതിൽ വിശദീകരണവുമായി മാത്യു കുഴൽനാടൻ. വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം മാത്രമേ സുതാര്യമാകൂവെന്നും മാത്യു കുഴൽനാടൻ. നമ്മളൊരു പരാതിയും അതിന് ബന്ധപ്പെട്ട രേഖകളും നൽകിയിട്ട് പോലീസോ അല്ലെങ്കിൽ വിജിലൻസോ പോലുള്ള ഏജൻസികൾ പ്രോപ്പറായി കേസ് എടുക്കാതെ കേസ് അന്വേഷിക്കാതിരിക്കുമ്പോൾ ഒരു പൗരനെ സംബന്ധിച്ച്, കംപ്ലൈനന്റിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഓപ്ഷനാണ് കോടതിയെ സമീപിച്ച് അന്വേഷണം നടത്തിക്കുക എന്നുള്ളത്. ഈ കേസ് വിജിലൻസ് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായി, സത്യസന്ധമായി, സുതാര്യമായി, ആത്മാർത്ഥമായി പ്രോസിക്യൂട്ട് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കോടതി മുമ്പാകെ എല്ലാ രേഖകളും എല്ലാ തെളിവുകളും സമർപ്പിച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന നിലപാട് സ്വീകരിച്ചത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 351 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,500 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് IT ഓഹരികളിൽ വൻ തിളക്കം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയ പ്രഖ്യാപനം നാളെ. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. കുതിപ്പ് തുടർന്ന് ഡോളർ. രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ 83.4 രൂപ എന്ന നിലയിലെത്തി. പ്രാദേശിക ഇറക്കുമതി നിയന്ത്രണവും ക്രൂഡ് ഓയിൽ വില ഉയർന്നതും തിരിച്ചടിയായി. ക്രൂഡ് പെട്രോളിയത്തിന്റെ വിൻഫോൾ ടാക്സ് ഉയർത്തി കേന്ദ്രം. ടണ്ണിന് 4,900 രൂപയിൽ നിന്ന് 6,800 രൂപയായി വർദ്ധിപ്പിച്ചു. ഡീസൽ, പെട്രോൾ, ഏവിയേഷൻ ടർബൈൻ ഫ്യുവൽ എന്നിവയുടെ കയറ്റുമതി തീരുവ 0 തുടരും. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ ഇന്ത്യ $1 ബില്യൺ നിക്ഷേപിച്ചതായി സർക്കാർ വൃത്തങ്ങൾ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലഭിച്ചത് $13 ബില്യൺ നിക്ഷേപം. ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് ലഭിച്ചത് വൻ സ്വീകാര്യത. ഫോബ്സ് പട്ടികയിൽ നിന്ന് ബൈജു രവീന്ദ്രൻ പുറത്ത്. ബൈജൂസിന്റെ സ്ഥാപകനായ ബൈജു രവീന്ദ്രന്റെ ആസ്തി കഴിഞ്ഞ വർഷത്തെ ആസ്തിയായ 17,575 കോടിയിൽ നിന്ന് ഈ വർഷം 0-ലെത്തി. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് ഇത്തവണ പുറത്തായത് 4 പേർ.
ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. RBIയുടെ പണനയ തീരുമാനത്തിന് മുന്നോടിയായി ഇന്ത്യൻ ഓഹരി വിപണിയും പ്രതീക്ഷയോടെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൂചികളിലൊക്കെ തന്നെ ചാഞ്ചാട്ടത്തിലായിരുന്നെങ്കിലും വലിയൊരു മുന്നേറ്റം പ്രകടമാക്കിയാണ് ഇന്ന് ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വാങ്ങലിന്റെ വലിയൊരു പിന്തുണ ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ രാവിലെ ഒരു ഓൾ ടൈം റെക്കോർഡ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് 22,619 എന്ന നിലയിലാണ്. അതിനുശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. ശേഷം ഇന്ന് നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 80 പോയിന്റ് ഉണർവിൽ 22,514 പോയിന്റ് എന്ന നിലയിലാണ്. 22,500 കടന്ന് തന്നെയാണ് നിഫ്റ്റി 50യിൽ ഇന്ന് നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ഒരു റാലിക്ക് ലീഡ് ചെയ്തിരിക്കുന്നത് ബിസിനസ്, അതുപോലെ തന്നെ ബാങ്ക്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഹരികളാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 436 പോയിന്റ് നേട്ടത്തിൽ 48,060 പോയിന്റ് ഉണർവിലാണ് നിഫ്റ്റി ബാങ്കിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. HDFC ആണ് ഈ ഒരു റാലിക്ക് ലീഡ് ചെയ്ത് ഏകദേശം 3% HDFCയുടെ ഓഹരികൾ ഉയർന്നത്. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു 176 പോയിന്റിന്റെ നേട്ടമുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഒരു റെക്കോർഡൊക്കെ തന്നെയാണ് രാവിലെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയൊരു നേട്ടത്തിൽ തന്നെയാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 350 പോയിന്റ് ഉണർവിൽ 74,227 എന്ന പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നാളെ RBIയുടെ ധനനയ അവലോകനം യോഗത്തിന് ശേഷം ധനനയ പ്രഖ്യാപനമാണ്. അതെല്ലാം ഉറ്റുനോക്കിയാണ് നിക്ഷേപകർ ഇരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുന്നു. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഈ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിലൊക്കെ തന്നെ ഒരു നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ RBIയുടെ ധനനയ പ്രഖ്യാപനമാണ്. ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ ധനനയ പ്രഖ്യാപനം ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക? ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. കാലത്ത് ഒരു പുതിയ ഓൾ ടൈം ഹൈ വന്നു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ 22,625 നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അതുകൊണ്ട് തന്നെ ആ ലെവല് കടന്നു പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു വളരെ നല്ലൊരു സെല്ലിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻട്രാഡേ വന്നു. പക്ഷെ മാർക്കറ്റ് പോസിറ്റീവ് ആണ്. മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് വെച്ച് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നാളത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഡിസിഷനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ നാളെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഉടനെ ഒരു ഇൻട്രസ്റ്റ് കുറയ്ക്കത്തില്ല എങ്കിൽ പോലും ഈ ഇയറിൽ, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ രണ്ട് പ്രാവശ്യമെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഏത് സമയത്തൊക്കെ കുറയ്ക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ഇപ്പോൾ ഇല്ലെങ്കിലും നാളത്തെ ആ നയപ്രഖ്യാപനത്തിൽ അത് കാണും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നാളെ ലഭിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ നാളെ മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നാളത്തെ RBI ധനനയ പ്രഖ്യാപനത്തിൽ ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. RBI പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്നും സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാതിയിൽ നിരക്ക് കുറയ്ക്കുമെന്നൊക്കെയാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാകുന്നു. തൃശൂർ നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിപ്പോയ ടയറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുന്നംകുളം സ്വദേശി ഹെബിനാണ് മരിച്ചത്. പാതയോരത്തെ ഫാസ്ടാഗ് റീചാർജിംഗ് കൗണ്ടറിൽ ഇരുന്നിരുന്ന ഹെബിന്റെ ദേഹത്തേക്ക് ടയർ വന്നിടിക്കുകയായിരുന്നു. അശ്വിൻ പാലാഴിയുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, അപ്രതീക്ഷിതമായ ഒരു അപകടമാണ്. ആശുപത്രിയിൽ ഒന്നും എത്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് മരണം സംഭവിച്ചോ? ഗൂഗിൾ, അപ്രതീക്ഷിതവും ദാരുണവുമായ അപകടമാണ് ഇന്ന് തൃശൂർ നടത്തറയിൽ ഉണ്ടായത്. ഈ വഴിയരികിൽ ഫാസ്ടാഗ് റീചാർജിങ്ങിന് ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ഹെബിൻ. 44 വയസ്സാണ് ഹെബിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഫാസ്ടാഗ് കൗണ്ടർ തുറക്കുകയും അവിടെ ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് ഫെബിൻ ഇന്ന് ജോലിയിൽ ഉണ്ടാകാൻ കഴിഞ്ഞിരുന്നത്. അതിനോടകം തന്നെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ പിൻവശത്തെ 2 ടയറുകളാണ് ഉരുത്തെറിച്ചത്. ഈ 2 ടയറുകളും ഫെബിൻ ഇരിക്കുന്ന കൗണ്ടറിന് നേരെയാണ് വന്നത്. ഫെബിന്റെ ദേഹത്തേക്കാണ് 2 ടയറുകളും പതിച്ചത്. സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ആ മരണം ഉറപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ 2 ടയറുകൾ ദേഹത്ത് പൂർണ്ണമായും വലിയ ആഘാതത്തിൽ തന്നെയാണ് ഇടിച്ചത്. ഓടിക്കൊണ്ടിരുന്ന വാഹനമാണ്, അതിന്റേതായ വേഗതയും ഇതുമെല്ലാം അതിനുണ്ടായിരുന്നു. എന്തായാലും
ഹെബിന്റെ മൃതദേഹം ഇപ്പോൾ തൃശൂർ ജനറൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ശരി അശ്വിനി, ഏതായാലും ദാരുണമായ സംഭവം, അപ്രതീക്ഷിതമായ ഒരു അപകടമാണ്. ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ ടയറുകളാണ് ഊരിത്തെറിച്ച് വഴിയരികിൽ ഫാസ്ടാഗ് റീചാർജിംഗ് നടത്തിയിരുന്ന ഹെബിൻ എന്ന യുവാവിന്റെ ജീവനെടുത്തത്. കാസർഗോഡ് പാലായിൽ ഭക്ഷ്യവിഷബാധ എന്ന സംശയം. 50ഓളം പേർ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ അന്നദാനത്തിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. അരുൺ പാറക്കൽ ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എന്നായിരുന്നു ഈ അന്നദാനം? ഈ ആശുപത്രിയിൽ ചികിത്സയുള്ളവരുടെ ആരോഗ്യനില എങ്ങനെ? കാസർഗോഡ് നീലേശ്വരത്താണ്, കാസർഗോഡ് പാലായിലാണ് ഭക്ഷ്യവിഷബാധ എന്ന സംശയമുണ്ടാകുന്നത്. 50ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ പാറക്കലുണ്ട്. അരുൺ, എന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്? ഈ അന്നദാനത്തിന്റെ ഇന്ന് ഭക്ഷണം കഴിച്ചത് ആശുപത്രിയിൽ ഉള്ളവരുടെ ആരോഗ്യനില എങ്ങനെ? ക്ഷേത്രത്തിലെ അന്നദാനത്തിന്, ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ അന്നദാനത്തിൽ പങ്കെടുത്തവർക്കാണ്, ഈ ഭക്ഷണം കഴിച്ചവർക്കാണ് ദേഹസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. കാസർഗോഡ് പാലായിലാണ് ഭക്ഷ്യവിഷബാധ സംശയം. 50ഓളം പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. തിരുവനന്തപുരം നീറമൺ ചപ്പാത്തിൽ മധ്യവയസ്കനെ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നീറമൺ സ്വദേശി പത്മകുമാറാണ് മരിച്ചത്. മാറനല്ലൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.